ഹലോ, അസ്സാമു അലൈക്കും. ഇന്ന് ഞാൻ ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഉഴുന്നുവടയിൽ തുളയിടാൻ അറിയാത്ത ആൾക്കാർക്ക് തുളയിടാനുള്ള ഒരു ഉഡായ്പ വിദ്യ കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഉഴുന്ന് 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 മണിക്കൂറിൽ കൂടുതൽ സോക്ക് ചെയ്ത് വെക്കണ്ട. അപ്പോൾ ഈ ഉഴുന്നിന് വേറൊരു സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ വട ഉണ്ടാക്കിയാലും ആ ഒരു സ്മെല്ല് വടക്ക് ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം 4 മണിക്കൂർ മാത്രമേ ഉഴുന്ന് സോക്ക് ചെയ്ത് വെക്കേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണില്ലെങ്കിൽ ഇതിലുള്ള വെള്ളം കളയാം. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഉഴുന്ന് തണുത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ രാവിലെയാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈവനിങ്ങിൽ ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ തണുത്ത ഉഴുന്നെടുത്തിട്ട് അരക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അരക്കാൻ വേണ്ടി പറ്റണില്ലെങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ 1 കപ്പ് ഉഴുന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം ചെയ്യുന്നത്. അതുപോലെ ഉഴുന്നെടുക്കുമ്പോൾ മൊത്തമായിട്ടുള്ള ഉഴുന്നെടുക്കാൻ വേണ്ടി മാക്സിമം നോക്കാം കേട്ടോ. സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ലത് മൊത്തമായിട്ടുള്ള ഉഴുന്നാണ്. പിന്നെ ഞാൻ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഉഴുന്നുവടയ്ക്ക് ഇഞ്ചിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരക്കാനും കൂടി ചേർക്കുന്നത്. അതുപോലെ ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ട് ഒരു പകുതി പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരക്കണ കൂട്ടത്തിലും കൂടി ഇടുന്നത്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അതിൽ മാത്രമേ നന്നായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ അരക്കുമ്പോൾ കുറച്ച് ഇട്ടിട്ട് അരച്ചെടുക്കുക. നല്ല രീതിയിൽ അരച്ച് കിട്ടണമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും ശരിയാവില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ച് നോക്കുക. എന്നിട്ട് അരയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ അരച്ച് കിട്ടേണ്ടത്. അധികം ലൂസാകാനൊന്നും പാടില്ല. എന്നാൽ ചെറിയൊരു തരി ഉണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട. ചെറിയൊരു തരിയോട് കൂടി അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് തരി ഉണ്ടായാലും നമ്മളെ ഉഴുന്നുവട നന്നാവില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. തൊടുമ്പോൾ ചെറുതായിട്ടൊരു തരിയൊക്കെ ഒന്ന് ഫീൽ ചെയ്യണം, അത്രേ വേണ്ടൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഷേപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാനിവിടെ കംപ്ലീറ്റ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 3 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 6.5 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്തിട്ടുള്ളത് 1 കപ്പ് ഉഴുന്നിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് കൈ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഒരു സ്പൂൺ കൊണ്ടോ മറ്റോ ഇങ്ങനെ അടിച്ചെടുക്കൽ നിർബന്ധമാണ് കേട്ടോ. ഇങ്ങനെ അടിച്ചെടുത്താൽ മാത്രമേ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മൾ ഉഴുന്നുവട അരച്ച അരപ്പ് കറക്റ്റ് ആണോ, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാം. കണ്ടില്ലേ, ഇപ്പം മാവ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ ഉഴുന്നുവടയുടെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക എന്നാണ് അർത്ഥം. അപ്പോൾ അരപ്പ് ശരിയായിട്ടില്ലെങ്കിൽ മാവ് എന്തായാലും താഴെ തന്നെ ആയിരിക്കും കേട്ടോ നിൽക്കൽ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു തമിഴ് വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ മാവ് ഇടുന്ന സമയത്ത് ഇത് താഴെയാണ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിതിങ്ങനെ അടിച്ചിട്ട് ചെയ്ത സമയത്താണ് മാവ് പൊങ്ങി കിട്ടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഉഴുന്നുവട കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഉൾഭാഗം സോഫ്റ്റ് ആക്കേണ്ട ടിപ്പ് കിട്ടിയില്ലേ. ഇനി നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ 1/2 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കണ്ടൂ കേട്ടോ. ഒരുപാട് ചേർത്തിനാൽ ഉൾഭാഗം കട്ടിയായി പോവും. റവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷമാണ് നമുക്ക് ഉള്ളി പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 7 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സവാളയാണ് ഇല്ലെങ്കിൽ അതെടുക്കാം കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ചെറിയുള്ളി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത്, മല്ലിയില കട്ട് ചെയ്തത്, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ലാസ്റ്റ് ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആ സമയത്തിൽ നമുക്ക് ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കി വെക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അധിക സമയം വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലൊക്കെ പെട്ടെന്ന് ചൂടാക്കി വെക്കുക. എന്നിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ ഒരു തവി എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയൊരു തവി എടുക്കുക. എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കുറച്ച് വെള്ളം തടവി കൊടുക്കുക. കൈക്ക് വെള്ളം തടവിയിട്ടല്ലേ സാധാരണ ചെയ്യല്, അതേപോലെ തന്നെ ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം തടവി കൊടുക്കുക. എന്നിട്ട് ഒരു ബോള് മാവ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ കയ്യിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് നടുവിലൊരു ഹോൾ കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണയിലേക്ക് വെക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇടുക. അതിന് ശേഷമാണ് ലോ ഫ്ലെയിം ആക്കി വെക്കുന്നത്. അപ്പോൾ 1 മിനിറ്റൊക്കെ വെക്കുന്ന സമയത്ത് തന്നെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് വിടിയിച്ചെടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ താഴേക്ക് പോന്നോളും. ആ ഹോളൊന്നും കൊളാവുന്നില്ല കേട്ടോ. നമ്മൾ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ മൊത്തത്തിൽ പ്രശ്നമാകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ മാത്രമേ ആവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ കൈ മൊത്തത്തിൽ എണ്ണയിൽ മുക്കിപ്പോവും. അപ്പോൾ നമുക്കിതിങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. എനിക്ക് കൈ കൊണ്ടാവലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ സ്പൂൺ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടും. ഇതിൽ കുറച്ച് സമയം 1 മിനിറ്റൊക്കെ നമ്മൾ എണ്ണയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വരും. ഞാൻ മുന്നേ ഒരു ചിക്കൻ ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൽ ഫ്ലവർ പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ സ്റ്റീൽ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്, പെട്ടെന്ന് ഇളകി കിട്ടാൻ. അപ്പോൾ നമ്മൾ വട എണ്ണയിലേക്ക് ഇടുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഉൾഭാഗം കുക്കാവില്ല. ഉൾഭാഗം നന്നായിട്ട് കുക്കാവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട, ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ആദ്യം ഇട്ട വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോരോ ടൈമിൽ ഇട്ടതല്ലേ, അതുകൊണ്ട് കുക്കിംഗ് ടൈം മാറ്റിണ്ടാവും. ഒന്നിച്ച് കോരിയെടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ആദ്യം എടുത്ത വട ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ ഒരു പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് വടയുടെ ഷേപ്പ് തീരെ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാട്ടെ. ഇത് നല്ലൊരു എളുപ്പപ്പണിയാണ്. സ്പൂണോട് കോരിയിട്ട് ഓരോരോ ബോൾ പോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉഴുന്ന് വട എന്നുള്ള പേര് പറയാൻ വേണ്ടി പറ്റൂല എന്നേ ഉള്ളൂ. ഒരു ഉഴുന്ന് ബോളിനോ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. സംഭവം ടേസ്റ്റ് ഒന്ന് തന്നെയാണ്, കോലം മാറുന്നതേ ഉള്ളൂ. നമ്മൾ ബനാന ബോൾസൊക്കെ ഇങ്ങനെ സ്പൂണോട് ഇട്ട് കൊടുക്കലില്ലേ, അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ ഓരോരോ സ്പൂണോട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് പണി തീരും. നമ്മൾ കൈക്കൊന്നും മാവാവില്ല, അങ്ങനെ കൈയൊന്നും വൃത്തികേടാവുന്ന പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് നിറയെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഉഴുന്ന വടയുടെ ഷേപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടുമ്പോൾ ഇതിൽ ഒരു 2-3 എണ്ണം മാത്രമേ മാക്സിമം ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിറയെ ഇടുകയും ചെയ്യാം, കുറച്ചധികം എണ്ണം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ പണി തീരുകയും ചെയ്യും. അപ്പോൾ ഞാൻ കൂടുതൽ ചെയ്യൽ ഇങ്ങനെയാണ് കേട്ടോ. വടയുടെ ഷേപ്പൊന്നും ഉണ്ടാക്കിയെടുക്കാൻ അധികം മെനക്കെടലൊന്നും ഇല്ല. ഇതാകുമ്പോൾ എളുപ്പത്തിൽ പണി തീരുകയും ചെയ്യും, നമ്മളെ കൈയൊന്നും വൃത്തികേടാവുകയും ചെയ്യില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വടയാണ് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ആ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പുതിന ചട്നി കേട്ടോ കൂടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. ഇനി ഈ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ വെച്ചിട്ട് ഉഴുന്നുവട ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതുപോലെ തുളയിടാൻ അറിയാത്തവർ ഇങ്ങനെ തുളയൊക്കെ ഇട്ടിട്ട് ഉഴുന്നുവട ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ ഫോട്ടോസൊക്കെ മെയിൽ ചെയ്യാം കേട്ടോ.
പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്